എടുത്തു കളയാം എന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കവി പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്കൊന്നും ഭക്ഷണം കൊടുക്കട്ടെ എന്ന് തോന്നതാ. പ്രവർത്തകന്മാർക്ക് കൊടുക്കാൻ ഒരുപാട് ഉണ്ട്, ആളുകൾ ധാരാളം ഉണ്ടല്ലോ. ആരും ശ്രദ്ധ മാറാതെ നിങ്ങളത് വാങ്ങി വെക്കുക. ഇൻഷാ അല്ലാഹ് പിന്നീട് കഴിഞ്ഞു. സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ആരും വാങ്ങണ്ട, ഭക്ഷണം വാങ്ങണ്ട. അവർക്ക് ഇവിടെ സാധാരണ പോലെ ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാത്ത ആളുകളൊക്കെ വാങ്ങുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ബിദ്അത്തുകാരോടുള്ള നയം കൊല്ലത്തിലധികം നമ്മൾ പഠിപ്പിച്ചു വന്ന, നമ്മളോട് സ്വീകരിച്ചു വന്ന് ആ നയം മാറ്റുന്നതിന് വേണ്ടി ബുക്ക് മാറ്റാനും പാഠം മാറ്റാനും ഒരു വരി പോലും മാറ്റാനും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗർജിച്ചത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഭൂരിപക്ഷത്തിനനുസരിച്ച് പാസ്സാക്കുമെന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ ഭൂരിപക്ഷമുള്ളതിൽ ഞങ്ങൾക്കങ്ങനെ ദീനിനെതിരായ ഒരു ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് 10 പേർ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. ഇറങ്ങി വന്നിട്ട് കാറിലിരുന്നപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമ കണ്ണുനീര് വാർത്തുകൊണ്ട് ദ്വാർന്നു പടച്ചവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിച്ചത് ഹക്ക് പറയാനും പഠിപ്പിക്കാനുമാണ്. അത് പറയാൻ കഴിയാത്ത സമയത്ത് ഞങ്ങളെ ഈ കസേലയിലേക്ക് ഇനി മടക്കല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നിറങ്ങിയത്. അതേ സമയത്ത് നിങ്ങൾക്ക് ഹക്ക് പറയാനുള്ള എല്ലാ കഴിവും നൽകണം അല്ലാ എന്നുകൂടി ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ ദുആ കബൂലായി. ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ഇവിടെ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല. അതിന് വ്യക്തമായ തെളിവല്ലേ ആ സമസ്തയുടെ കീഴിലുള്ള യുവസംഘടനയാണ് SYS. ആ SYS നടത്തിയ മീലാദ് കോൺഫറൻസ് കോഴിക്കോട്ട് നിങ്ങളിൽ അല്പപേരെങ്കിലും കണ്ടിട്ടുണ്ടാകുമല്ലോ. ആ കോഴിക്കോട്ട് കടപ്പുറം നിറഞ്ഞു കവിഞ്ഞു ഒഴുകി, റോഡുകളും നിറഞ്ഞു കവിഞ്ഞു ഒഴുകി ആളുകളെത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം. സിറാജ്